മഹാഭാരതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ സൗത്ത് പാർട്സിനെ വേർപെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല. ഇന്ത്യയെ ആരാണോ വിഭജിച്ചത് അവർക്ക് സൗത്തിലും ഒരു വിഭജനം അവർ ആഗ്രഹിച്ചിരുന്നു. അതായത് ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാനും ബംഗ്ലാദേശും ഉണ്ടാക്കുക എന്നതിൽ മാത്രമായിരുന്നില്ല, കൂടുതൽ വിഭജനങ്ങൾ നടത്താൻ വിദേശികൾ ആഗ്രഹിച്ചിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും പോകാതെ ഗോവയിൽ കടിച്ചു തൂങ്ങിക്കിടന്ന പോർച്ചുഗീസുകാർ മാത്രമല്ല, 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇങ്ങ് നമ്മുടെ തിരുവിതാംകൂറിനെ ഇന്ത്യയിൽ നിന്ന് അടർത്തി ഒരു സ്വതന്ത്ര രാജ്യമാക്കി നിലനിർത്താൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും ഉൾപ്പെടെ അന്ന് തുടങ്ങിയ പണിയാണ് ഇന്നും ഇന്ത്യയെ വിഭജിക്കാനായിട്ടുള്ള അവരുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ആണ് ഇതിൻ്റെയൊക്കെ പുറകിലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അമേരിക്കൻ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയോ വിദേശത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ നിലവിലെ ഭരണകൂടത്തിന്റെയോ ശ്രമമാണ് ഇത് എന്ന് പറയുന്നതിനപ്പുറം വളരെ വിശാലമായ ഒരു ഗ്രൂപ്പ്, വേണമെങ്കിൽ അതിനെ ഡീപ് സ്റ്റേറ്റ് എന്ന് എളുപ്പത്തിന് വിളിക്കാം, അങ്ങനെ ഒരു വലിയ ശക്തി ഇതിന്റെ പുറകിലുണ്ട്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഘട്ടത്തിൽ തിരുവിതാംകൂറിനെ സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിർത്താൻ അന്നത്തെ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ തീവ്രമായി തന്നെ ശ്രമിച്ചിരുന്നു. ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ചുക്കാൻ പിടിച്ചത് അമേരിക്കയും ബ്രിട്ടനുമായിരുന്നു. ഇവരുടെ താല്പര്യങ്ങളായിരുന്നു ഇതിന്റെ പുറകില്. ഈ താല്പര്യങ്ങൾക്ക് പുറകില് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ കേരള തീരത്ത്, വിശേഷിച്ച് തിരുവിതാംകൂർ റീജിയണിൽ അന്ന് തോറിയത്തിന്റെ സാന്നിധ്യം അമേരിക്കയും ബ്രിട്ടനും നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അത് ഒരുപക്ഷെ ഇന്ത്യക്കും അറിയാമായിരുന്നു. ഈ തോറിയം ശേഖരവും അമേരിക്കയുടെ ആണവ താല്പര്യങ്ങളും ഒക്കെ ഇതുമായിട്ട് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകശക്തികൾ ആണവോർജത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്ന കാലമാണ്. അന്ന് യുറേനിയം പരിമിതമാണ് എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ആണവ ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയുന്ന തോറിയത്തിന്റെ വലിയ ശേഖരം തിരുവിതാംകൂറിലെ തീരദേശ മണലിൽ ഉണ്ട് എന്നത് വിദേശ രാജ്യങ്ങളെ വല്ലാതെ ആകർഷിക്കുകയുണ്ടായി. ബ്രിട്ടന് അവരുടെ ആണവ പരീക്ഷണങ്ങൾക്കായിട്ട് തിരുവിതാംകൂറിലെ തോറിയവും അന്ന് ആവശ്യമായിരുന്നു. തിരുവിതാംകൂറിനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ചാൽ ഇന്ത്യയുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നതിനേക്കാൾ എളുപ്പത്തിൽ തോറിയം കൈക്കലാക്കാമെന്ന് അവർ കരുതി. തോറിയം കൈമാറുന്നതിന് പകരമായിട്ട് തിരുവിതാംകൂറിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളും സാങ്കേതിക സഹായവും ഒക്കെ നൽകാമെന്ന് അമേരിക്കയും അക്കാലത്ത് വാഗ്ദാനം ചെയ്തിരുന്നു അത്രേ. 1947 ജൂൺ മാസത്തിൽ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്നൊക്കെയുണ്ട്. ഇതിനെ ബ്രിട്ടൻ രഹസ്യമായിട്ട് പിന്തുണച്ചു. പാകിസ്ഥാൻ രൂപീകരണത്തിന് മുൻകൈയെടുത്ത മുഹമ്മദ് അലി ജിന്നയും ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇന്ത്യയെ പല കഷ്ണങ്ങളായിട്ട് നിലനിർത്തുന്നത് തങ്ങളുടെ സ്വാധീനം തുടരാൻ സഹായിക്കുമെന്ന് പാശ്ചാത്യ ശക്തികൾ വിശ്വസിച്ചു. പക്ഷേ ഈ നീക്കങ്ങളെല്ലാം പരാജയപ്പെടുകയാണ് പിന്നീടുണ്ടായത്. അതിൽ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ജനകീയ പ്രതിരോധമാണ്. നമ്മൾ ഇന്ത്യക്കാരുണ്ടല്ലോ, നമ്മുടെ ശക്തി ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ കിടന്ന് സൗത്ത് ഇന്ത്യ രാജ്യമാക്കണം, തിരുവിതാംകൂറിനെ രാജ്യമാക്കണം എന്നൊക്കെ പറയുന്ന മനുഷ്യന്മാര് മനസ്സിലാക്കാനായിട്ട് പറയാണ്, നമ്മുടെ പൂർവികർക്ക് അന്ന് വിവേകവും ബുദ്ധിയും ദീർഘവീക്ഷണവും ഉള്ളത് കൊണ്ടാണ് അത്തരം ശ്രമങ്ങളെ അവർ ചെറുത്ത് തോൽപ്പിച്ചത്. കാരണം വെറും ഒരു സൗത്ത് ഇന്ത്യക്ക് ലോകത്ത് ഒരു വിലയുമില്ല. അല്ലെങ്കിൽ കഷ്ണം കഷ്ണമായി കിടക്കുന്ന ഇന്ത്യക്ക് ലോകത്ത് പുല്ലുവിലയാണ്. ഇന്ത്യയിൽ നിന്ന് അടർന്നു മാറിയ മറ്റ് രാജ്യങ്ങളിലേക്ക് മാത്രം ഒന്ന് നോക്കുക. ബംഗ്ലാദേശിന്റെ സ്ഥിതി എന്താണെന്ന്. ലോകത്ത് ആരാണ് ബംഗ്ലാദേശിനെ വില വയ്ക്കുന്നത്? പാകിസ്ഥാന്റെ അവസ്ഥ എന്താണ്? സാമ്പത്തികമായൊക്കെ തകർന്ന് ചൈനയുടെയും അമേരിക്കയുടെയും കൂലിപ്പടയാളികൾ മാത്രമായിട്ട് അധപ്പതിച്ച് കിടക്കുകയാണ് പാകിസ്ഥാൻ. എന്ത് നേടി ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചു പോയിട്ട്? ഒന്നുമായില്ല, എവിടെയും എത്തിയില്ല. ഇന്ത്യയുടെ ഭാഗം തന്നെയായിരുന്നു, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു ഒരു കാലത്ത് ഈ പറയുന്ന നമ്മുടെ ശ്രീലങ്ക. അതിനുശേഷം ബ്രിട്ടൻ തന്നെയാണ് അതിനെ സെപ്പറേറ്റ് ആക്കുന്നത്. അതിനു മുമ്പ് ചോള സാമ്രാജ്യത്തിന്റെ കാലത്തും ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നിരുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ ഇന്ത്യയിൽ നിന്ന് അടർന്നു മാറിയിട്ട് ഇന്നൊരു സ്വന്തം രാജ്യമായിട്ട് ശ്രീലങ്ക മാറിയതുകൊണ്ട് അവരെന്താണ് നേടിയത്? ഈ ലോകത്ത് എന്ത് വിലയാണ് ശ്രീലങ്കയ്ക്കുള്ളത്? ഒരു ചെറിയ രാജ്യം, സൈനികമായോ സാമ്പത്തികമായോ ഒരു ഇമ്പാക്റ്റും ഈ ലോകത്ത് ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തിനില്ല, ഉണ്ടാക്കാൻ കഴിയുകയുമില്ല. മൗര്യ സാമ്രാജ്യത്തിന്റെ കാലത്ത് ഉൾപ്പെടെ വിശാല ഇന്ത്യയുടെ ഭാഗമായിരുന്ന നേപ്പാൾ ഇന്ന് എന്താണ് നേടുന്നത് ലോകത്ത്? നേപ്പാളിന് എന്ത് വിലയാണ് ലോകത്തുള്ളത്? ആരാണ് നേപ്പാളിന് വില വയ്ക്കുന്നത്? വെറും ഒരു ചെറിയ രാജ്യം എന്ന പരിഗണനയല്ലാതെ ഒരു ആശ്രിത രാജ്യമായിട്ടാണ് കാണുന്നത്. ഭൂട്ടാൻ ഒരു സ്വതന്ത്ര രാജ്യമാണ്, ഇന്ത്യയുടെ സുഹൃത്തൊക്കെയാണ്. പക്ഷെ ആഗോളതലത്തിൽ എന്ത് സ്വാധീനമാണ് അവർക്കുള്ളത്? ഒന്നുമില്ല. ഇവരൊക്കെ തന്നെ ലോകത്ത് ആരും പരിഗണിക്കാത്ത വെറും പലരുടെയും കളിപ്പാവകളായിട്ട് പലപ്പോഴും മാറിയിട്ടുള്ള രാജ്യങ്ങളാണ്. ഇപ്പോൾ ശ്രീലങ്ക ആണെങ്കിലും നേപ്പാൾ ആണെങ്കിലും ഒക്കെ. ഇനി മാൽഡീവ്സിന്റെ ഒന്നും കാര്യം പറയുക പോലും വേണ്ട. മ്യാൻമാർ ഒരു കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ.
മ്യാൻമാർ ഇന്ന് സ്വതന്ത്ര രാജ്യമാണ്. എന്താണ് മ്യാൻമാറിന്റെ അവസ്ഥ? ആഭ്യന്തര യുദ്ധമാണ്. ഇതെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നത്? ഐക്യ ഇന്ത്യക്ക് മാത്രമാണ് ശക്തി. ഇന്ത്യ പല പല രാജ്യങ്ങളായാൽ പുല്ലുവിലയാണ്. പുല്ലുവില എന്ന് പറഞ്ഞാൽ ഇന്ന് യൂറോപ്പിലേക്ക് മാത്രം ഒന്ന് നോക്കാം. യൂറോപ്പ് വളരെ വലിയൊരു കോണ്ടിനെന്റ് ആണ്. യൂറോപ്പിൽ വലിയ ചരിത്രം അവർക്കുണ്ട്. പക്ഷെ ചെറിയ ചെറിയ രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. അതിലെ 2 രാജ്യങ്ങൾ ആണവ ശക്തികൾ പോലുമാണ്. എന്നിട്ടും അമേരിക്കയുടെ വെറും ആശ്രിത രാജ്യങ്ങളായിട്ട് അധപ്പതിച്ച് കിടക്കുകയാണ് യൂറോപ്യൻസ്. ഒരു രാജ്യമായിട്ട് അവർക്ക് മാറാനും കഴിഞ്ഞില്ല. പല പല രാജ്യങ്ങളായിട്ട് നിന്നതുകൊണ്ട് അവരൊന്നും ആയിട്ടുമില്ല. അമേരിക്കയുടെ വാക്കുകൾക്ക് അപ്പുറം സഞ്ചരിക്കാൻ കഴിയാത്ത വെറും അടിമകളെ പോലെയാണ് ഇന്ന് യൂറോപ്യൻസ് എന്ന് പറയുന്നത്. നാറ്റോ ഇല്ലെങ്കിൽ അവർക്കൊരു നിലനിൽപ്പില്ല. അമേരിക്ക നാറ്റോയിൽ നിന്ന് പുറത്തു പോകുമോ എന്ന് ഭയപ്പെട്ട് കഴിയുന്നവരാണ് യൂറോപ്യൻസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് അവർ നേടിയത്? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്ത്യയുടെ ഐക്യം എന്ന് പറയുന്നത് അങ്ങ് ജമ്മു കാശ്മീർ മുതൽ ഇങ്ങ് തമിഴ്നാട് വരെയും കേരളം വരെയുമുള്ള ഐക്യ ഇന്ത്യ. ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിന്നാലേ നമുക്ക് എന്തെങ്കിലും ഒരു വില ഈ ലോകത്തുണ്ടാവും. ഇന്ന് ഇന്ത്യ ലോകത്തെ 4ാമത്തെ സൈനിക ശക്തിയാണ്. അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിക് പവറാണ്. എങ്ങനെയാണ് നമുക്കിത് നേടാൻ സാധിച്ചത്? നമ്മൾ ഐക്യത്തോടെ നിന്നതുകൊണ്ടാണ്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, അക്കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർക്ക്, നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ ശക്തമായ സമരങ്ങൾ അന്ന് നടക്കുകയുണ്ടായി. വലിയ ജനകീയ പ്രതിഷേധങ്ങളാണ് അന്ന് തിരുവിതാംകൂറിലെ ദിവാന് നേരിടേണ്ടി വന്നത്. ഇതോടൊപ്പം തന്നെ ദീർഘവീക്ഷണമുള്ള സർദാർ വല്ലഭായി പട്ടേൽ, അദ്ദേഹത്തിന്റെ കർക്കശമായ നിലപാടുകൾ, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കാൻ വിട്ടുപോകാത്ത നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുപോലെ തന്നെ VP മേനോൻ സ്വീകരിച്ചത്. അതൊക്കെ കൊണ്ടാണ് ഈ വിശാലമായ ഭാരതം ഇന്ന് ഈ രൂപത്തിൽ ഉണ്ടാവുന്നത്. 1947 തിരുവനന്തപുരത്ത് വെച്ച് CP രാമസ്വാമിക്ക് നേരെ വധശ്രമം പോലും അക്കാലത്ത് ഉണ്ടാവുന്നുണ്ട്. അത്രയും രൂക്ഷമായിരുന്നു സാഹചര്യങ്ങൾ എന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ കാണാൻ. അപ്പൊ ഇന്ത്യയെ വിഭജിക്കാനുള്ള വിദേശ ശ്രമങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അതിന് വലിയ ചരിത്രമുണ്ട്. അതിന്റെ പുറകിൽ വലിയ ശക്തികൾ അതിന്റെ പുറകിലുണ്ട്. വിദേശ ശക്തികൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിനകത്ത് നിങ്ങൾ കാണുന്നില്ലേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട കമന്റുകൾ, സൗത്ത് ഇന്ത്യ വേണം, അല്ലെങ്കിൽ സൗത്ത് സ്റ്റേറ്റുകൾ ചേർന്ന് രാജ്യം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുകൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. ഇപ്പൊ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞു പോയ ഏത് രാജ്യമാണ് സൂപ്പർ പവർ ആയിട്ടുള്ളത്? ഉക്രൈൻ എന്തെങ്കിലും ആവാൻ കഴിഞ്ഞോ? സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയും ഇല്ലാത്ത വിധം അവരൊക്കെ അപ്രസക്തമായി പോയി. എന്നാൽ വിശാലമായ റഷ്യയോ ഇന്നും ലോകത്ത് ബഹുമാനിക്കപ്പെടുന്ന ഒരു ശക്തിയാണ്. അതായത് വിശാല റഷ്യയുടെ ഭാഗമായിട്ട് സോവിയറ്റ് യൂണിയനായിട്ട് നിന്നിരുന്ന സമയത്ത് ലോകത്തെ 2ാമത്തെ വലിയ പവറായിരുന്നു അവര്. എന്നാൽ ഇന്ന് കസാക്കിസ്ഥാനെയും ഉസ്ബെക്കിസ്ഥാനെയും അല്ലെങ്കിൽ ഉക്രൈനെയും ഒക്കെ ആരാണ് അവരെ പരിഗണിക്കുന്നത്? അവർക്കൊന്നും ഒരു വാല്യൂവും ഇല്ല. എന്നാൽ അവർ റഷ്യയുടെ ഭാഗമായിരുന്നെങ്കിലോ ഒരു മഹാശക്തിയുടെ ഭാഗമായിട്ട് നിൽക്കാം. അതുപോലെ വിശാലമായ വളരെ വലിയ ചരിത്ര പ്രാധാന്യമുള്ള പുരാതനമായ ഒരു സംസ്കാരത്തിന്റെ അവശേഷിപ്പാണ് ഇന്നത്തെ ഇന്ത്യ. ആ ഇന്ത്യ ഈ ലോകത്തെ ഏറ്റവും തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന ഒരു സംസ്കാരമാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം തകർന്നു, മെസപ്പൊട്ടോമിയൻ സംസ്കാരം തകർന്നു. അങ്ങനെ ലോകത്തെ പുരാതനമായ സംസ്കാരങ്ങളെല്ലാം തകർന്നപ്പോഴും ഇൻഡസ് വാലി സിവിലൈസേഷന്റെ തുടർച്ചയായിട്ട് ഇന്നും നമ്മുടെ സംസ്കാരം നിലനിൽക്കുന്നുണ്ട്. പലരും അത് അങ്ങനെ അല്ലെന്ന് പറയാൻ വരെ ശ്രമിച്ചു, ആര്യൻ അധിനിവേശ തിയറി പോലുള്ള വ്യാജ തിയറികൾ കൊണ്ടുവന്ന്. എന്നാൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം ഇൻഡസ് വാലി സിവിലൈസേഷന് മുന്നേ ഉള്ളതാണ്. നമ്മുടെ മുമ്പിലെ തെളിവുകൾ വെച്ചാണെങ്കിൽ പോലും 5000 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന സിന്ധു നദീതട സംസ്കാരത്തിന്റെ തുടർച്ചയായിട്ടാണ് വേദകാലഘട്ടം ഉണ്ടാവുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ജൈനമതം, ബുദ്ധമതം, സിഖ് മതം, ഇന്നത്തെ ഈ രൂപത്തിലുള്ള ഹൈന്ദവ മതം എല്ലാം ഉണ്ടാവുന്നത്. ശരിക്കും വേദ കാലഘട്ടത്തിലെ ഋഗ്വേദമാണ് ഈ പറയുന്ന ഇന്നത്തെ പല ദൈവവിശ്വാസങ്ങളുടെയും മതവിശ്വാസങ്ങളുടെയും ഒക്കെ അടിത്തറ പാകിയ ഗ്രന്ഥമെന്ന് പോലും പറയുന്നത്. അതിൽ നിന്ന് തന്നെയാണ് ബഹുദൈവ വിശ്വാസങ്ങളും ഏകദൈവ വിശ്വാസങ്ങളും എല്ലാം പല രൂപത്തിൽ പല ബ്രാഞ്ചുകളായിട്ടൊക്കെ ഉണ്ടായത്. ഒരു തർക്ക വിഷയമാണ്, ഞാൻ അതിലേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല. അപ്പോൾ അത്രയും പുരാതനമായ ഒരു സംസ്കാരമാണ് നമ്മുടേത്. അത് അങ്ങനെ അല്ലെന്നൊക്കെ പലരും പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇന്ത്യ ഇത് പലതായി പോവേണ്ട ഒന്നല്ല, ഇത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതാണ്. അപ്പോൾ വിദേശ ശക്തികൾ നമ്മളെ തകർക്കാനായിട്ട് പല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സൗത്ത് പാർട്സിനെ അവർക്ക് കട്ട് ചെയ്യണം, അതുപോലെ നോർത്ത് ഈസ്റ്റിനെ അവർക്ക് സെപ്പറേറ്റ് ചെയ്യണം. 7 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാനങ്ങളെ അവരൊരു പേരിട്ടങ്ങ് വിളിക്കുന്നു, എന്നിട്ട് അത് ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളെ പ്രത്യേകമായിട്ട് തരതിരിക്കുന്നു. ശരിക്കും നോർത്ത് ഇന്ത്യ, സൗത്ത് ഈസ്റ്റ് ഇന്ത്യ എന്നുള്ള പ്രയോഗങ്ങൾ തന്നെ നമ്മൾ ഒഴിവാക്കിയിട്ട് പകരം ഇന്ത്യയുടെ സൗത്ത് പാർട്സ്, ഇന്ത്യയുടെ നോർത്ത്, ഇന്ത്യയുടെ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നതാണ് കൂടുതൽ നല്ലത്. ഈ ആര്യ ദ്രാവിഡ വാദമൊക്കെ ഈ പൊങ്ങി വരുന്നതിന്റെ പുറകിലൊക്കെ ഉണ്ടല്ലോ, ഈ പറയുന്ന സൗത്ത് ഇന്ത്യ കട്ട് ചെയ്ത് മാറ്റുക എന്ന് പറയുന്ന വിദേശ ശക്തികളുടെ ഇടപെടലുകളുണ്ട്. DMK അടക്കമുള്ള പൊളിറ്റിക്കൽ പാർട്ടികളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിന്റെ പുറകിലുണ്ട്.
നേരിട്ടുള്ള യുദ്ധത്തിലൂടെ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ഇന്ത്യയെ തളർത്താൻ അയൽ രാജ്യങ്ങളും ചില ആഗോള ശക്തികളും പരോക്ഷമായ വഴികളാണ് സ്വീകരിക്കുന്നത്. എങ്ങനെയാണ് വെറും ഒരു ബ്രിട്ടന്റെ കമ്പനി, ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന് ഇന്ത്യ ഭരിച്ചത്? ഈ ഇന്ത്യക്കാർക്ക് ഒത്തൊരുമയില്ലാത്തത് കൊണ്ട് തമ്മിലടിപ്പിക്കാൻ എളുപ്പമായിരുന്നു. ഇന്നും വിദേശ ശക്തികൾ അതേ സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. കാരണം എല്ലാവരുടെ അല്ലെങ്കിലും പല ഇന്ത്യക്കാരനും സാമാന്യ ബോധമോ വിവരമോ ഇല്ലാത്തവനായതുകൊണ്ടാണ് അവനെ പറ്റിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന വിഘടനവാദം അവന്റെ തലയിൽ വരുന്നത്. ഈ വിശാല രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രാധാന്യം അവന് മനസ്സിലാവാത്തത്. ഇപ്പോ ഈ പറയുന്ന വിഘടനവാദം ഞാൻ പല വീഡിയോകളിലും പറയാറുണ്ട്. ആ വിഘടനവാദത്തിന് ഏത് അറ്റം വരെയും പോവാം. ഒരു പഞ്ചായത്ത് ലെവലിലോ ഒരു വാർഡിലോ പോവാം. എങ്ങനെ വേണോ പോവാം. ഇപ്പം കേരളത്തിലുള്ളവർക്ക് പറയാം തെക്കൻ സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രാജ്യമാവണം, തിരുവിതാംകൂറിന് പറയാം വീണ്ടും പണ്ടത്തെ പോലെ രാജ്യമാവണം, മലബാറിന് പറയാം രാജ്യമാവണം, കൊച്ചിക്ക് പറയാം രാജ്യമാവണം. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് കാട്ടാക്കട പഞ്ചായത്തിന് വേണമെങ്കിൽ പറയാം ഒരു പുതിയ രാജ്യമായിട്ട് മാറണമെന്ന്. ഇത് വിഘടനവാദത്തിന് അങ്ങനെ പ്രത്യേകിച്ച് പരിധികളൊന്നുമില്ല. അത് സൗത്ത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. വേണമെങ്കിൽ തമിഴ്നാടിന് തോന്നും ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറണം. ഫ്രാൻസിനെ പോലെ ഫ്രഞ്ച് സംസാരിക്കുന്നവർ ഒരു രാജ്യമല്ലേ, പിന്നെ എന്തുകൊണ്ട് തമിഴ് സംസാരിക്കുന്നവരുടെ ഒരു രാജ്യം ആയിക്കൂടാ? നമുക്ക് തമിഴ് രാജ്യം ഉണ്ടാക്കണമെന്ന് അവർക്ക് തോന്നും. മലയാളികൾക്ക് മലയാള രാജ്യം വേണം തോന്നും. കർണാടകക്കാർക്ക് അവരുടെ രാജ്യം വേണം തോന്നും. അങ്ങനെയൊക്കെ തോന്നാം. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഈ ഇന്ത്യയെ ഇന്ന് നമ്മൾ ഈ പറയുന്ന വിഘടനവാദം പറഞ്ഞ് അതിനെ ആ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. ദൗർഭാഗ്യവശാൽ പണ്ട് ഈ വിഘടനവാദം ഉയർന്നു വന്നപ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിച്ച കോൺഗ്രസിന്റെ പിന്മുറക്കാർ പോലും ഇന്ന് പച്ചയ്ക്ക് വിഘടനവാദം പറയാണ്. അവർ പറയുന്നത് സൗത്ത് ഇന്ത്യ എന്തോ വലിയ കാര്യം ചെയ്യുകയാണ്, സൗത്ത് ഇന്ത്യയെ മാറ്റി നിർത്തുകയാണ്, അങ്ങനെ ചെയ്യാണ്, ഇങ്ങനെ പച്ച കള്ളമാണ് പറയുന്നത്. അതുകൊണ്ടാണ് വിദേശ ശക്തികൾ ഇതിനെ നിഴൽ യുദ്ധത്തിലൂടെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന പല NGO അല്ലെങ്കിൽ മതപരിവർത്തന സംഘടനകൾ അടക്കം ഇതിൻ്റെയൊക്കെ പുറകിലുണ്ട്. വലിയ ശക്തികൾ, വിദേശ ഫണ്ടിങ് അടക്കം അവർക്ക് കിട്ടുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഇന്ത്യയെ വിഘടിപ്പിക്കാനുള്ള ഒരു ശ്രമമുണ്ട്. പക്ഷെ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം ഈ ചിന്തയുള്ള മനുഷ്യർ ഇന്ത്യയിൽ പലയിടങ്ങളിലും ഉണ്ടാകാം, കേരളത്തിലും ഉണ്ടാകാം. പക്ഷെ മെജോറിറ്റി ജനത, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും രാജ്യത്തെ മൊത്തം മനുഷ്യരിലെ മെജോറിറ്റി അവർ തിരിച്ചറിയുന്നുണ്ട് ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെ ശക്തി, നമ്മുടെ ചരിത്രം, സംസ്കാരം, പാരമ്പര്യം, നമ്മളെ തകർക്കാനുള്ള വിദേശ ഗൂഢാലോചനകൾ, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കുലങ്കുത്തികളെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു സൈന്യവും ഭരണകൂടവും ഇന്റലിജൻസ് സംവിധാനങ്ങളും നമുക്കുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ വെറും മോഹങ്ങൾ മാത്രമായി അവശേഷിക്കും. വിശാലമായ ഇന്ത്യ ഇനി ചെറുതാവുകയില്ല, വലുതാവുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.